ഉത്തരം മുട്ടിച്ചോ രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, ഈ കർണാടകത്തിലെ അലന്ത് എന്ന് പറയുന്ന മണ്ഡലം, ആ മണ്ഡലം ആണ് ഇതിനകത്ത് ഏറ്റവും പ്രത്യേകതയായി എനിക്ക് തോന്നിയത്. 2018 വെറും 697 വോട്ടിന് BJP കടന്നുകൂടിയ മണ്ഡലം. ആ മണ്ഡലത്തിൽ ഇത്തവണ വിജയം ഉറപ്പിക്കാൻ BJPയുടെ സ്ഥാനാർത്ഥിയും BJPയും കുറേ കളികൾ കളിച്ചു എന്നുള്ളത് ഇപ്പോൾ വന്ന വാർത്തയല്ല, നേരത്തെ വന്നതാണ്. രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞ ഈ വിഷയം 2 വർഷം മുമ്പ് പുറത്തു വരികയും പിടിക്കപ്പെടുകയും ചെയ്തതാണ്. എന്തായിരുന്നു? 618 വോട്ടിൽ ഏതാണ്ട് 5994 618 വോട്ടുകൾ വോട്ടർമാരെ മാറ്റാൻ ശ്രമിച്ചു. അതിൽ 5994 മാറ്റൽ ശ്രമങ്ങളും പിടിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു അന്ന് വന്ന വാർത്ത. അതിനുശേഷം ഈ വോട്ടർ പട്ടികയിലെ വ്യാജമായ ആളുകളെ മാറ്റാൻ ശ്രമിച്ചതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നതുമാണ്. ഇത്രയും വാർത്ത നമുക്കറിയാം, ഇത് നടന്ന കാര്യമാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 10,000 വോട്ടിന് കഴിഞ്ഞ തവണ BJPയിലെ സുഭാഷിനോട് തോറ്റ സ്ഥാനാർത്ഥി BR പട്ടീൽ 10,000 വോട്ടിന് അവിടെ ജയിക്കുകയും ചെയ്തു. പക്ഷേ ആ 2023 പരാതിയുടെ പശ്ചാത്തലത്തിൽ ഒരു കേസെടുത്തിരുന്നല്ലോ, അതായത് വോട്ടർ പട്ടികയിൽ മാറ്റം നടത്താൻ ശ്രമിച്ചു എന്നുള്ളത്. അതെന്തായി എന്നുള്ളതിൻ്റെ ബാക്കിയാണ് ഇന്ന് രാഹുൽ ഗാന്ധി വിശദീകരിച്ചത്. രാഹുൽ ഗാന്ധി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിച്ചില്ല, ജ്ഞാനേഷ് കുമാർ സഹകരിച്ചില്ല. അതാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ക്രക്സ്. എന്താണ്? വ്യാപകമായി വോട്ടർമാരെ മാറ്റാൻ ശ്രമിച്ചത് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യാനുള്ള ഒരു സംവിധാനം അവർ ഉണ്ടാക്കി എന്നാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടി വന്നു, അങ്ങനെയൊന്നും സംഭവിക്കാനേ പോകുന്നില്ല, അത് പറ്റില്ല, ഇതൊന്ന് പരിശോധിക്കണം. നടക്കുമോ വോട്ടർ പട്ടികയിലെ മാറ്റം വരുത്താൻ? ഓൺലൈനിൽ പറ്റുമോ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഫോം 7 ഡൗൺലോഡ് ചെയ്ത് ഒരാളെ സ്വന്തം പേരോ വേറെ ആരുടെയെങ്കിലും പേരോ മാറ്റം ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിക്കാം. ആ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസർ പോയി ഇത് പരിശോധിക്കണം. ഫിസിക്കൽ വെരിഫിക്കേഷൻ. ആ ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം മാത്രമേ പേരുകൾ മാറ്റാനാവുകയുള്ളൂ. ശരി, ഇത്രയും വ്യക്തമാണല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് പകുതി സത്യം പകുതി കള്ളം. ഇത് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ആദ്യഘട്ടം ഓൺലൈനായി തന്നെ ചെയ്യാവുന്നതാണ്. രാഹുൽ ഗാന്ധി ഇന്ന് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ട് പറഞ്ഞ പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുപോയി. എങ്ങനെയാണ്? വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് 2 ആപ്ലിക്കേഷനുകൾ വരികയാണ് 35 സെക്കൻഡിനിടയ്ക്ക്. ആ 2 ആപ്ലിക്കേഷൻ 36 സെക്കൻഡിനിടയ്ക്ക് ആ 2 ആപ്ലിക്കേഷൻ നടത്തിയ ആളുടെ പേര് നാഗരാജ് എന്നാണ്. ആ ഫോൺ നമ്പറിനെ കുറിച്ചാണ് സംശയം. മറ്റൊരു സ്ഥലത്ത് 12 സെക്കൻഡിൽ എത്രയോ ആപ്ലിക്കേഷനുകൾ വരുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ടീമിൻ്റെ വിശദമായ അന്വേഷണം. അപ്പോഴാണ് കണ്ടെത്തുന്നത് ഓരോ ബൂത്തിലെയും വോട്ടർ പട്ടികയിലെ തിരുത്തൽ നടത്തിയിരിക്കുന്നത് ആ ബൂത്തിലെ 1-ാം നമ്പർ പേരുകാരനാണ്. എല്ലായിടത്തും ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ഒരു പ്രശസ്തമായ ഒരു ഹാക്കറുടെ കഥയുണ്ട്, പറഞ്ഞു കേട്ടതാണ്. അതായത് ബാങ്കിൽ ഒരു പേര് അദ്ദേഹം അക്കൗണ്ട് തുറക്കുന്നു, അത് ഇസഡിലാണ്. എന്നിട്ടൊരു സോഫ്റ്റ്വെയറിൽ ഒരു തിരുത്തൽ വരുത്തുന്നു. മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിലെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റിന് ശേഷമുള്ള ചില്ലറ പൈസ അത് ഈ ഏറ്റവും അവസാനത്തെ പേരുകാരൻ്റെ അക്കൗണ്ടിലേക്ക് വരണം എന്ന ഒരു തിരുത്തൽ. അങ്ങനെ ഒരു ഹാക്കർ കോടാനുകോടി ഡോളറുകൾ സമ്പാദിച്ചു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ വളരെ പ്രാകൃതമായ ഒരു സോഫ്റ്റ്വെയർ ഹാക്കിങ്ങിലൂടെ എല്ലാ ബൂത്തിലെയും 1-ാം നമ്പറുകാരൻ്റെ പേരെടുത്തിട്ട് അയാളെ വെച്ച് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്? നോക്കൂ, ഞാൻ 10 ബൂത്തുകൾ എടുക്കുന്നു, ആ 10 ബൂത്തിൽ 8 കോൺഗ്രസിൻ്റെയാണ്, ഏറ്റവും കൂടുതൽ വോട്ട് തിരുത്തൽ നടന്ന സ്ഥലമാണ്. ഈ 10 1-ാം നമ്പറുകാരനാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്, വേറെ ആരും കൊടുത്തിട്ടില്ല. ഇതെന്തൊരു മറിമായമാണ്! ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആർക്കും കൊടുക്കാം, പക്ഷേ എങ്ങനെയാണ് 1-ാം നമ്പറുകാരൻ മാത്രം വരുന്നത്? അപ്പോൾ ഇത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി, യന്ത്രബുദ്ധിയുടെ സഹായത്തോടു കൂടി അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെ ആയിക്കൂടെ? ശരി, അങ്ങനെ ആവാം, അങ്ങനെ അല്ലാതാവാം. പക്ഷേ ഇത് സംബന്ധിച്ച് കേസെടുത്ത കർണാടകത്തിൻ്റെ CIDകൾ ഈ ആപ്ലിക്കേഷൻ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിലേക്കാണല്ലോ പോയത്. സാർ, ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണെന്ന് പോയത്? അതായത് IP അഡ്രസ്സ് എന്താണ്? ഈ ഉപയോഗിച്ച ഒരു ഫോൺ നമ്പർ ഉണ്ട്. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTPയുടെ ഫില്ല് ചെയ്താലാണ് ഫോം 7 ആദ്യമായി ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഫോൺ നമ്പറിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അത് ഏത് കമ്പനിയുടെയാണ്? ഈ വിശദാംശങ്ങൾ ചോദിച്ച് 18 കത്തുകൾ അയച്ചു. ഈ 18 കത്തിനും ഇലക്ഷൻ കമ്മീഷൻ മറുപടി കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ രാഹുൽ ഗാന്ധി പുതുതായി കണ്ടെത്തിയ ഒരു വോട്ട് ചോറിയല്ല. ഇത് പിടിക്കപ്പെട്ട് അതിൻ്റെ അന്വേഷണം നടന്ന് ഒരു ഘട്ടമെത്തുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ
അതിൻ്റെ വിശദാംശങ്ങൾ കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ബൂത്ത് ലെവൽ ഓഫീസർമാർ വെരിഫൈ ചെയ്താലേ ഈ സാധനങ്ങൾ നടപ്പിലാകൂ എന്നുള്ളത് ഒരു യുക്തിയാണ്. അങ്ങനെ ആയിരിക്കുമ്പോഴല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കളിയാക്കിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ കേസ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് സമയത്ത് സുപ്രീം കോടതിയിൽ ഇതുപോലെ ബൂത്ത് ലെവൽ ഓഫീസർമാരൊക്കെ തിരുത്തിക്കൊണ്ടുവന്ന ഈ ചത്തുപോയി മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്ത 10-12 ആളുകൾ സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ വന്നു നിന്ന് സാർ ഞങ്ങളാണ് ആ മരിച്ചു പോയതെന്ന് പറഞ്ഞത്. ഇവർക്കൊപ്പമല്ലേ രാഹുൽ ഗാന്ധി ചായ കുടിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ നന്ദി ആദ്യമായി മരിച്ചവർക്കൊപ്പം ചായ കുടിക്കാനായി എന്ന് പറഞ്ഞത്. അപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശോധനയും അതിനുശേഷം പരാതിക്കാർക്ക് പരാതി കൊടുക്കാനുള്ള അവസരവും ഇതെല്ലാം കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യപ്പെടുന്ന ആളുകളും അവരെ അറിയിക്കാതെ അങ്ങനെ ചെയ്യിക്കാനുള്ള സംവിധാനം ഈ നാട്ടിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി അതുകൊണ്ട് ഈ വിഷയത്തിൽ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തയാളെയും അങ്ങനെ വോട്ട് മാറ്റപ്പെട്ട ആളുടെയും ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡൽഹിയിൽ പ്രദർശിപ്പിച്ചു. അദ്ദേഹം സുഗികാന്ത് എന്ന് പറയുന്ന വ്യക്തി പറയാണ് ഞാനാണ് ഈ ആപ്ലിക്കേഷൻ കൊടുത്തെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. സൂര്യകാന്ത്. അതിനുശേഷം ഒരു സ്ത്രീ വന്ന് പറയുകയാണ് ഞാനാണ് ആ ഹതഭാഗ്യ, എൻ്റെ വോട്ടാണ് പോയത്, ഞാൻ അറിഞ്ഞില്ല. മറ്റൊരു സ്ത്രീയുടെ വീഡിയോ, അവർ 12 വോട്ടാണ് ഡിലീറ്റ് ചെയ്തത്, അവരുടെയും വീഡിയോ ഒന്നും എൻ്റെ പേരിലാണ്, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ മണി പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് കള്ള ട്വീറ്റുകൾ നടത്തുന്നത്? ഒരു കാരണവശാലും ഓൺലൈനിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അതല്ലല്ലോ കേസ്. ഭാഗികമായി ഓൺലൈനിൽ ചെയ്ത ഒരു കാര്യത്തിൽ രാത്രി 2 മണിക്കും 3 മണിക്കും 4 മണിക്കുമൊക്കെ വ്യാപകമായി നടക്കുകയും എല്ലാ ബൂത്തിലെയും ഒന്നാം നമ്പറുകാരൻ മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ സംഭവം. ഇതാരാണ് ചെയ്തതെന്ന് അറിയണ്ടേ? ഇതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കാൻ ഒരു സംസ്ഥാനത്തിലെ CID സംവിധാനം തയ്യാറാണ്. അവർക്ക് നിങ്ങൾ വിശദാംശങ്ങൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഗണേഷ് കുമാർ, എന്തുകൊണ്ട് നിങ്ങൾ വിശദാംശങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾക്ക് എന്തോ മറച്ചു വെക്കാനുണ്ട്. ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ യന്ത്ര സംവിധാനത്തിൻ്റെ ഭാഗമായി, ഒരു വലിയ മെഷീനറിയുടെ ഭാഗമായി നടക്കുന്ന ഒരു തിരിമറിയാണെന്ന് സംശയിക്കുന്നു. അലന്തിൽ അത് പിടിക്കപ്പെട്ടു. മിക്കവാറുമെല്ലാം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത് നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഒരു വാർത്താ സമ്മേളനം നടത്തി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂളിപ്പോയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇനി വീണ്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ വരുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഒരു കാരണവശാലും ഇനി ആ പണിക്ക് നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ രാജ്യത്തോട്, ഇവിടുത്തെ വോട്ടർമാരോട് മറുപടി പറയണം. എന്തുകൊണ്ട് കർണാടകത്തിലെ CID സംവിധാനങ്ങൾ ഇത്രയും ഗുരുതരമായ, അതായത് ചില്ലറ കളിയല്ല, എല്ലാ ബൂത്തിലെയും ഒന്നാം നമ്പറുകാരൻ മാത്രം ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം സമർപ്പിക്കുന്ന, രാത്രി 2 മണിക്കും 3 മണിക്കും 4 മണിക്കും വോട്ടർ പട്ടിക തിരുത്തലിന് അപേക്ഷ പോകുന്ന കള്ള നമ്പറുകളും സംസ്ഥാനത്തിന് പുറത്തുള്ള നമ്പറുകളും കർണാടകത്തിന് പുറത്തുള്ള നമ്പറുകളും ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സംവിധാനത്തിൽ ഭാഗവാക്കായ ഒരു കാര്യത്തിൽ 18 തവണ കത്തയച്ചിട്ടും എന്തുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കുന്നില്ല? താങ്കളെ കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന് വിളിക്കണ്ടെങ്കിൽ ഈ കാര്യത്തിൽ മറുപടി പറയണം. അല്ലെങ്കിൽ ഗണേഷ് കുമാർ കള്ളന് കഞ്ഞിവെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. Meet the editors.